പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. ഇന്നത്തെ ഒന്നാം വായനയിൽ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ്, പ്രാരംഭത്തിലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക. പഴയ മനുഷ്യൻ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവൻ. ഇത് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നല്ലൊരു മാറ്റം നമ്മളുണ്ടാകട്ടെ. നമ്മുടെ ജീവിതം നല്ലൊരു മനുഷ്യനായി തീരാനുള്ള ജീവിതമാണ്. അതെപ്പോഴും ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ചില ആളുകളുടെ വിചാരം പള്ളിപ്പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നയാളാണ് നല്ല മനുഷ്യൻ എന്നാണ്. അങ്ങനെ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയില്ലേ, ഒരു ഫരിസീയനും ഒരു ചുങ്കക്കാരനും. അയാൾ വിചാരിച്ചു നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ നീതീകരിക്കപ്പെട്ടില്ല. അയാൾ നീതീകരിക്കപ്പെട്ടില്ല. മറ്റേ ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടത്. അതായത് അതിഭക്തന്മാരൊന്നും നല്ല മനുഷ്യരല്ല. ചിലപ്പോൾ പള്ളിപ്പോയി നിരന്തരം പള്ളി തന്നെ ആയിരിക്കുന്ന മനുഷ്യർ വീട്ടിൽ അത്ര നല്ല പെരുമാറ്റമൊന്നും ആയിരിക്കില്ല. അപ്പോൾ വീട്ടുകാർ തന്നെ ചോദിക്കും, താനക്ക് എന്തിനാണോ പള്ളി പോയിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മാതൃക ഈശോ തന്നെയാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. നമുക്കതുകൊണ്ട് ഇന്ന് ഈ പരിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനൊരു നല്ല മനുഷ്യനാകാൻ, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനാകുക. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നതും ഒരുവൻ്റെ ഇംപെർഫെക്ഷൻസ് അവന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അവൻ ഒരു പെർഫെക്റ്റായിട്ടുള്ള ഒരു പാതയിലേക്ക് വരിക. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ്. ഒരു പാട്ടുകാരന് പാട്ടിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അവൻ പാട്ടുകാരനാണെന്ന് പറയാൻ പറ്റുക. തെറ്റ് മനസ്സിലാക്കാനേ പറ്റുന്നില്ല, അപ്പം പാട്ടുകാരനല്ല. അതുകൊണ്ട് നമുക്ക് ഈശോയെപ്പോലെ നല്ലൊരു മനുഷ്യനാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക. ക്രിസ്തുവിനെ ധരിക്കുവിൻ എന്ന് പറയുന്ന സംഭവം അത് കുറച്ചെങ്കിലും അങ്ങനെ രൂപപ്പെട്ടു വരട്ടെ. ഇന്നുകൊണ്ട് നല്ല മനുഷ്യനാകാൻ പറ്റില്ല, മരണം വരെ സമയമുണ്ട്. എത്രയും പെട്ടെന്ന് നല്ലതായാൽ അത്രയും നമുക്ക് നല്ലതാണ്. ദൈവമേ, ഞങ്ങളെ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഞങ്ങളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാനും ഞങ്ങളിലുള്ള കുറവുകൾ പരിഹരിച്ച് മറ്റുള്ളവർ കൂടി ഇഷ്ടപ്പെട്ട വിധത്തിൽ നല്ല മനുഷ്യരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ
ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയമക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നത തലത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നത തലത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഭൗതികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന, തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളിലും അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും.
കർത്താവ് കർത്താവ് എല്ലാവർക്കും എല്ലാവർക്കും നല്ലവനാണ്. നല്ലവനാണ്. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ച് ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യൻ എന്നത് അത് ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ മാൻ, ജർമ്മൻ ഭാഷയിൽ മെൻഷ് എന്നാണ്, മെൻഷ്. ഇപ്പോൾ ഇതിൻ്റെ സംസ്കൃത മൂലപദത്തിൽ നിന്ന് മനുഷ്യൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ്. മനനം ചെയ്യുന്നവൻ, മനനം ചെയ്യുന്നവൻ. മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ആ ഒരു കാര്യമാണ്. കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള അവൻ്റെ കഴിവ്, മനനം ചെയ്യുന്നവൻ. നമ്മളിന്നത്തെ വചനങ്ങളുമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നാം വായനയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകണം. അതാണ്. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കൈകൾ കെട്ടപ്പെട്ട് മുൾമുടിയൊക്കെ ധരിപ്പിക്കപ്പെട്ട് ചുവന്ന പുറങ്കുപ്പായം ധരിപ്പിക്കപ്പെട്ട അങ്ങനെ ഈശോ നിൽക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞത്, യോഹന്നാൻ 19:5, ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. ലൂക്ക 2:52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവമായിരുന്ന ഈശോ മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥ മനുഷ്യനാണ്. യഥാർത്ഥ മനുഷ്യൻ, നമുക്ക് നല്ല മാതൃകയായിട്ടുള്ള മനുഷ്യൻ. അതാണ് ഈശോയെ ധരിക്കുവിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ മറ്റ് ചില ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-14 കർത്താവായ ക്രിസ്തുവിനെ ധരിക്കുവിൻ. നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിക്കുവാനും നമ്മളങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്.
അപ്പോൾ നമ്മൾ ഒരു മാറ്റം ഉണ്ടാകണം. ഇത് മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ചിലപ്പോഴൊക്കെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ആത്മീയത, നമ്മളുടെ വിചാരം കുറേ ചൊല്ലിക്കൂട്ടുന്നതാണെന്നാണ്. കുറേ കൊന്ത ചൊല്ലുക, കുറേ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മളുടെ എല്ലാവരുടെയും വിചാരം ആത്മീയത എന്ന്. ഞാനിന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നത് ഞാനിന്ന് കുറേ ചൊല്ലിയിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാനിന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, ഞാനിന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചൊല്ലുന്ന 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പ്രാർത്ഥനകൾ അത് ഞാൻ ഉരുവിട്ട് തീർത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാർത്ഥന നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിട്ടിരിക്കുക എന്നതാണ്. ഞങ്ങളിങ്ങനെ സെമിനാരി പരിശീലനം നടത്തുമ്പോഴും ഞങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ ദിനചര്യകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് 2 പ്രാവശ്യം ആത്മശോധന ചെയ്യണം. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്ന് പറയാം. ആത്മശോധന അത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന സമയത്തും അത് ഒരു 5 മിനിറ്റ് സമയം എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക, ഉച്ച കഴിഞ്ഞ് രാത്രി വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക, അതിലെ തെറ്റും ശരിയും കണ്ടുപിടിച്ച് തെറ്റ് തിരുത്തി നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഉള്ളിലൊരു തീരുമാനമെടുക്കുക. ഇതാണ് ഇങ്ങനെ മനനം ചെയ്യാനുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കഴിവ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ആമുഖത്തിൽ വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നമുക്കുള്ള അവബോധമാണ് നമ്മളൊരു മനുഷ്യനാണെന്നതിൻ്റെ തെളിവ്. നമ്മുടെ കുറവുകൾ നമുക്കറിയില്ല, അത് നമ്മൾ പരിപൂർണതയിലേക്ക് മനുഷ്യനെന്ന അവസ്ഥയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും വളർന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ക്രൈറ്റീരിയ ഈശോ തന്നെയാണ്. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതി. അതുകൊണ്ടാണ് കൊളോസിയർ ഇന്ന് വന്നത്തെ വചനം 3-9 വാക്യം, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. കൊളോസ്യർ 3:10 സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പൗലോസ് അപ്പോസ്തലൻ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം വാക്യത്തിൽ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-14 കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ. അപ്പോൾ നമ്മുടെ ഈ ശ്രമം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 3:15 അത് കണക്ട് ചെയ്തുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ കല്യാണ നാട്ടിലും അതുപോലെ കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വുമൺ അല്ലേ? അപ്പം യഥാർത്ഥ സ്ത്രീ പരിശുദ്ധ മറിയമെന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. യഥാർത്ഥ മനുഷ്യൻ ക്രിസ്തു, യഥാർത്ഥ മനുഷ്യൻ ക്രിസ്തുവും യഥാർത്ഥ സ്ത്രീ പരിശുദ്ധമ്മയും. കാരണം ഇവരിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട് നമുക്ക്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനവനെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു രീതിയിൽ അങ്ങനെ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുക. അതാണ് യഥാർത്ഥത്തിൽ അത് ഒരു ഭൗതിക ഒരു അറിവ് കൂടിയാണത്. നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇനി നമ്മളെ തിരിച്ചറിയാൻ ദൈവം തരുന്ന ഒരു പ്രത്യേക കൃപയാണ് ദൈവിക ജ്ഞാനം. അത് മറിയത്തിനുണ്ട്. അതുകൊണ്ടാണ് അജ്ഞാനമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി. ഞാനൊന്നുമല്ല, അഹങ്കരിക്കാൻ ഒരു വക പോലുമില്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങയുടെ ദാസിയാണ് എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊന്നുമല്ല, ദൈവമാണ് എന്നെ നയിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെന്ന് ചിന്തിച്ചവനാണ് ആ ഫരിസേയൻ പോയി പ്രാർത്ഥിച്ചില്ല. ചുങ്കക്കാരൻ ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താൻ പറ്റാതെ ഞാൻ പാപിയാണ് ഞാൻ, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ സോളമൻ രാജാവ്
സോളമൻ രാജാവിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ സോളമൻ രാജാവ് അത് 1 രാജാക്കന്മാർ 3-ാം വാക്യം, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. അത് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു അറിവ് നമുക്ക് വേണം, ദൈവിക ജ്ഞാനം. കൊളോസ്യർ 2:3 ഈശോയെക്കുറിച്ച് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പം ജ്ഞാനം കൊണ്ട് നിറയുന്ന മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ, ജ്ഞാനം കൊണ്ട് നിറയുന്ന മനുഷ്യൻ. ഈശോ മാതാവിൻ്റെ മടിയിൽ കയറി ഇരുന്നത് കൊണ്ടാണ് നമ്മൾ ലുത്തിനിയായിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ. ഇംഗ്ലീഷിൽ സീറ്റ് ഓഫ് വിസ്ഡം, പ്രേ ഫോർ അസ്. അപ്പം മറിയം കൃപയുടെ ഇരിപ്പിടമാണ്, മറിയം കൃപയുടെ ഇരിപ്പിടം. അതുകൊണ്ടായിരിക്കാം മറിയം ആ സ്ത്രീ എന്ന പ്രയോഗം, നല്ല ഉത്തമയായ സ്ത്രീ, ഉത്തമനായ മനുഷ്യൻ, അത് യേശു. അതുകൊണ്ടായിരിക്കുമല്ലോ പീലാത്തോസ് ഇങ്ങനെ കൈകൾ കെട്ടപ്പെട്ട് ഈ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് പറയുകയാണ്, ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണല്ലോ. അതിൽ ലാറ്റിൻ പ്രയോഗം ഇതാ മനുഷ്യൻ, എച്ചെ ഹോമോ, എച്ചെ ഹോമോ. കൈകൾ കെട്ടപ്പെട്ട ഒരു പള്ളി, തീർത്ഥാടന കേന്ദ്രം കൊല്ലത്തെ തൂയംപള്ളി, അത് കൈകൾ കെട്ടപ്പെട്ട ഇതാ മനുഷ്യൻ, അവിടെയും എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം, ഇതാ മനുഷ്യൻ. അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനാണോ ഇതാ മനുഷ്യൻ? ഈ മനുഷ്യൻ, അതായത് എല്ലാം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള കഴിവ്. നമ്മൾ ധൂർത്തപുത്രൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും, കുറച്ചുകൂടി ഏതാണ് നല്ല മനുഷ്യനെന്ന്. ധൂർത്തപുത്രൻ ഇളയ മകൻ കുറച്ച് തല്ലിപ്പൊളിയായിരുന്നു. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് സ്വത്തൊക്കെ വാങ്ങിച്ച് ദൂരെ പോയി. പക്ഷെ അവന് പരിശുദ്ധാത്മാവിന് പ്രത്യേക കൃപ പന്നിക്കൂട്ടിൽ വെച്ച് കിട്ടി. അപ്പോൾ അവന് സുബോധമുണ്ടായി, അവന് മനസ്സിലാക്കാൻ പറ്റി, അവൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റി. അത് അപ്പൻ്റെ അടുക്കൽ വന്ന് ഏറ്റുപറയുകയാണ്. അതാണ് അവനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുക എന്ന് പറയുന്നത്. കുതിരപ്പുറത്തുനിന്ന് സാവൂള് താഴെ വീണപ്പോൾ സാവൂള് പിന്നീട് ചോദിക്കുന്നത്, കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ഒരു മുതലാളിയെപ്പോലെ, ഒരു യജമാനനെ പോലെ, എല്ലാം അടക്കി ഭരിക്കുന്ന ഒരാളെപ്പോലെ നിൽക്കുന്നയാളാണെങ്കിൽ അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ പറയില്ല, കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയില്ല. മറിയം അതാണ്, ജ്ഞാനം കൊണ്ട് നിറഞ്ഞത് കൊണ്ടാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. ഈ ഒരു തിരിച്ചറിവാണ്, ഞാൻ ഒന്നുമല്ല, കർത്താവാണ് എല്ലാം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഇത് ഞാൻ വെറും പാപിയാണ്, എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു, ഞാനോ മകൻ ഇവിടെ വിശന്ന് മരിക്കുന്നു എന്ന ബോധം കിട്ടിയതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. എന്നാൽ മൂത്ത മകൻ വലിയ പിറുപിറുപ്പാണ്. ഇന്നത്തെ ഒന്നാം വായനയിലും കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, അതിൽ മൂന്നാമത്തെയായി നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം തന്നെയാണ്. അതിൽ 8-ാമത്തെ വാക്യം ഒരു നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ മനുഷ്യനിലുണ്ടായാൽ അത് ഇതൊക്കെയാണ്: അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ. ഈ മൂത്ത മകൻ ഇങ്ങനെ പിറുപിറുത്ത്, അവൻ കോപിച്ച വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു. അവന് മനസ്സിലായിട്ടില്ല, അവൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അവനിങ്ങനെ എന്തോ ആണെന്ന്, അപ്പനേക്കാളും വലിയ ആളായിട്ടാണ് അവൻ തന്നെത്താൻ അവതരിപ്പിക്കുന്നത്. ഞാൻ എത്ര നാളായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. പക്ഷെ അപ്പൻ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് 2 മക്കൾ ഒരേപോലെ മനസ്സിലാക്കി, 2 പേരോടും ഒരു ദേഷ്യപ്പെടലുമില്ല, 2 പേരെ ഒരേപോലെ സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുക. നമ്മൾ എവിടെയെങ്കിലും നമുക്ക് നമ്മൾ ആരെങ്കിലും ആണെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, അത് അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മനുഷ്യനല്ല. അപ്പോൾ ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം. ഈ ഇളയ മകൻ അവനിലുണ്ടായ മാറ്റം അത് അത്ഭുതകരമാണ്. അതായത് മൂത്ത മകൻ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുമ്പോൾ അവന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു. എടാ നീ പോടാ, ഞാൻ വരികയും ചെയ്യും പോവുകയും ചെയ്യും, ഞാൻ വന്നതിന് എൻ്റെ അപ്പന് കുഴപ്പമില്ലല്ലോ, നിനക്കെന്താ കുഴപ്പം? ഇങ്ങനെ ഒരു സംസാരം സ്വാഭാവികമായിട്ടുണ്ടാകാം. പക്ഷേ അവനവിടെ നിശബ്ദനാണ്. ഇത് അവൻ ആരാണെന്ന് മനസ്സിലായി, അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവന് മനസ്സിലായി.
അവന് ദൈവത്താൽ സ്വീകരിക്കപ്പെട്ട, പിതാവിനാൽ സ്വീകരിക്കപ്പെട്ട ആ വലിയ മഹാകാരുണ്യത്തെക്കുറിച്ച് അവന് നല്ല ബോധമുണ്ടായി. ഇതാണ്, ഇങ്ങനെ ഒരു മനുഷ്യനായി മാറാനായിട്ടാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുക. ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട മനുഷ്യൻ, അങ്ങനെ ആയിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നണം. നമ്മളെ തന്നെ നമുക്കിഷ്ടമല്ലെങ്കിൽ വേറെ ആർക്ക് ഇഷ്ടപ്പെടാനാണ്? ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടന്നപ്പോൾ അവനെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു, ഞാനോ മകൻ ഇവിടെ വിശന്ന് മരിക്കുന്നു. അപ്പോൾ അവന് കുറച്ചുകൂടി ഞാൻ മകനാണല്ലോ, പക്ഷെ ഞാൻ ഇങ്ങനെ കഴിയേണ്ടവനല്ലല്ലോ എന്നുള്ള ചിന്ത അവനെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. നമുക്ക് ആ ഒരു അവബോധം കുറച്ചുണ്ടാകട്ടെ. നമുക്ക് മരണം വരെ സമയമുണ്ട്. ഈ നല്ല മനുഷ്യൻ, ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന നല്ല മനുഷ്യൻ, മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളായിട്ട് കഴിയുന്ന ഒരാൾക്ക് ഞാൻ നല്ല മനുഷ്യനാണെന്ന് സ്വയം പറയാൻ പറ്റൂ? വിവാഹേതര ബന്ധങ്ങൾ പുലർത്തി വിവാഹ ഉടമ്പടിയൊക്കെ ലംഘിച്ച് ഭാര്യയുടെ മുഖത്ത് പോലും നേരെ നോക്കി സംസാരിക്കാൻ പറ്റാതെ ഒരു കള്ളത്തരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് നല്ല മനുഷ്യനെന്ന് പറയാൻ പറ്റൂ? മാതാപിതാക്കളെ അനുസരിക്കാതെ പഠിക്കാൻ അയച്ചിട്ട് കറങ്ങി നടക്കുകയും തെറ്റായ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് നടക്കുന്ന ഒരു മകനോ മകളോ ഞാൻ നല്ലൊരു മകനാണ് മകളാണെന്ന് സ്വയം അഭിമാനിക്കാൻ പറ്റുമോ? അതാണ്, നമുക്ക് സ്വയം അഭിമാനിക്കാൻ പറ്റിയ വിധത്തിൽ, കുഴപ്പമില്ല, എനിക്ക് കുറച്ചൊക്കെ കുറവുകളുണ്ട്, പക്ഷേ ഞാൻ മെച്ചപ്പെട്ട് വരികയാണ് എന്ന് അഭിമാനിക്കാൻ പറ്റിയ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ. അപ്പോൾ സ്വർഗവും നമ്മളിൽ അഭിമാനം കൊള്ളും, മറ്റുള്ളവർക്കും നമ്മുടെ സാമീപ്യം ഇഷ്ടപ്പെടും. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം, ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളരാൻ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയെപ്പോലെ നല്ല മനുഷ്യനായി വളരാൻ സഹായിക്കട്ടെ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും നീങ്ങും ആശീർവദിച്ചര കൈകളിൽ നാദ ഈടുന്നു എങ്കടി പൂർണ്ണമായി കൈക്കൊള്ളണേ യേശു പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ ആരാധനയുടെയും സമാധാനത്തിൻ്റെയും ഉടയവനായ ദൈവമേ,
ഈ കാഴ്ചയർപ്പണം വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതം ആരാധിക്കുകയും ദിവ്യരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ വിശ്വസ്തയോടെ മനസ്സുകളിൽ ഒന്നായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞുമറിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോപാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ
ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, എങ്ങളിൽ കനിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, എങ്ങളിൽ കനിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, എങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വചനത്തിൻ്റെയും സ്വർഗീയ കൂദാശയുടെയും ഭോജനത്താൽ അങ്ങ് വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുപോലെ അങ്ങേ പ്രിയപുത്രൻ്റെ മഹനീയ ദാനങ്ങളാൽ മുന്നേറാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ ജീവൻ നിത്യമായി പങ്കുചേരാൻ
ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ